അപ്പോൾ ആദ്യം ഞാനിവിടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അലോവേര ജെല്ലാണ് ഞാൻ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത്, എന്നും യൂസ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അത് നമുക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക എല്ലായിടത്തും. അതിന് ശേഷം ഞാനിവിടെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂറിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ പ്രൈമറാണ്. ഇതൊരു അടിപൊളി പ്രൈമറാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ മേക്കപ്പ് നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യാനും നല്ലപോലെ സെറ്റ് ആവാനും ഇതൊരു അടിപൊളി പ്രൈമറാണ്. അതിന് ശേഷം ഞാനിവിടെ മേബിലിൻ്റെ തന്നെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡാർക്ക് സർക്കിൾസ് ഉള്ള ഭാഗത്ത് മാത്രമാണ് കൺസീലർ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനതൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ കോണ്ടോർ കൺസീലർ പാലറ്റിൽ നിന്ന് ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട്, എനിക്ക് അങ്ങനെ പിമ്പിൾസ് വന്നിട്ടുള്ള ഒരു മാർക്സൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സൈഡിലും ഈ ഒരു ഭാഗത്തുമായിട്ടാണ് ആ മാർക്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മാർക്സൊക്കെ ഒന്ന് ചെറുതായിട്ട് ഹൈഡ് ആവും. ഫുള്ളായിട്ട് ഹൈഡ് ആയിട്ടില്ലെങ്കിലും ഒരു എന്താ പറയുക, അങ്ങോട്ട് എടുത്ത് കാണിക്കാത്ത രീതിയിൽ ഹൈഡായിട്ട് നിൽക്കും. അപ്പോൾ അത് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ മെബിലിൻ്റെ ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. അപ്പോൾ അതെടുത്തിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ ഡോട്ടായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കഴുത്തിലും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചെവിയിലും ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കിസ് ബ്യൂട്ടിയുടെ ജെൽ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു അടിപൊളി ജെൽ ഐലൈനറാണ് കേട്ടോ. നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. നമുക്ക് അങ്ങോട്ട് ഐബ്രോസ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഫില്ല് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല. അതിനുശേഷം ഞാൻ ഈ ഒരു ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടോർ കൺസീലർ പാലറ്റിൽ നിന്ന് ഒരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് കളർ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഞാൻ എന്നും ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. മുകളിലും പിരുകത്തിൻ്റെ മുകളിലും താഴെയായിട്ട് വരഞ്ഞു കൊടുക്കുക. ഇതുപോലെ വരഞ്ഞു കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോസ് നല്ല പോലെ ഹൈലൈറ്റ് ആയിട്ടിരിക്കും, നല്ലൊരു ഷേപ്പും കിട്ടും കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, നല്ലൊരു അടിപൊളി ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് നമ്മുടെ ഐ ഷാഡോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാലറ്റിൽ നിന്ന് ആ ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അത് ഫുള്ള് നമ്മുടെ ഐലിഡിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു ഐൻ്റെ കോർണറിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു രണ്ട് ഷെയ്ഡും കൂടിയും വരുമ്പോൾ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഇതിന് ഇത് ഷിമ്മറി ഷെയ്ഡാണ് കേട്ടോ. ചെറുതായിട്ടേ ഉള്ളൂ, മുഴുവനായിട്ടില്ല, ചെറുതായിട്ടൊരു ഷിമ്മറി ഷെയ്ഡാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട്. കണ്ടില്ലേ, നല്ല ചന്തമായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ഹൈലൈറ്റിൻ്റെ ഈ ഒരു പാലറ്റിൽ നിന്ന് ഈ ഒരു ഷെയ്ഡ് എടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു എന്താ പറയുക, ഷിമ്മറി ഷെയ്ഡാണ്. അപ്പോൾ നമ്മുടെ ഐൻ്റെ സെൻറ്റർ പോർഷനിലാണ് ഈ ഒരു ഷെയ്ഡ് കൊടുക്കുന്നത്. കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഐ മേക്കപ്പ്, അതായത് നമ്മുടെ ഐ ഷാഡോയുടെ പണി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ആദ്യം ഐലിഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന അതേ ഷെയ്ഡ് തന്നെ കണ്ണിൻ്റെ താഴെയും ഒന്ന് ചെയ്യുന്നുണ്ട്, അതായത് ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനിവിടെ ഡാസിലറിൻ്റെ ലിക്വിഡ് ഐലൈനറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ നമ്മുടെ ഓണം മേക്കപ്പ് ലുക്കിൽ ഞാൻ അതായത് വിങ്ഡ് ഐലൈനറായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മേലോട്ടാണ് വിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഞാൻ താഴേക്കാണ് കേട്ടോ വിങ് കൊടുക്കുന്നത്. അങ്ങനെ അധികം കട്ടിയിലല്ല ചെയ്യുന്നത്, കട്ടി കുറച്ചിട്ടാണ് എഴുതുന്നത്. കണ്ടില്ലേ, ഇതേപോലെ താഴോട്ടാണ് ഞാൻ വിങ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിന് ശേഷം ബ്ലൂ ഹെവൻ്റെ കാജൽ എടുത്തിട്ട് താഴെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ആ ഒരു കോർണറിന് നമ്മൾ താഴേക്ക് വിങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിനോട് യോജിപ്പിച്ചിട്ടാണ് ഞാൻ താഴെ കാജൽ എഴുതുന്നത്. നല്ല കട്ടിയിൽ തന്നെയാണ് കേട്ടോ എഴുതുന്നത്. ആ ഒരു കോർണറിൻ്റെ അവിടെ നല്ല കട്ടിയിൽ എഴുതും. എനിക്കൊരു ഈ ഒരു രീതിയിൽ എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കണ്ണ് നല്ല പോലെ വലുതായിട്ട് നമുക്ക് തോന്നും. അതിനുശേഷം കണ്ണൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു നമ്മുടെ ഹൈലൈറ്റിംഗ് പാലറ്റിൽ നിന്ന് ഒരു വൈറ്റ് കളറ് ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ മസ്കാരയാണ്.
ഇത് മേബിലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ മേക്കപ്പ് ലുക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു അടിപൊളി മസ്കാരയാണ്. നമ്മുടെ ലാഷസ് നല്ല തിക്കനായി തോന്നിക്കാനും അതുപോലെ നല്ല നീളമായിട്ട് തോന്നിക്കാനും ഇതൊരു അടിപൊളി മസ്കാരയാണ്. നെക്സ്റ്റ് ഞാൻ നമ്മുടെ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കോമ്പാക്റ്റ് പൗഡർ എടുക്കുന്നുണ്ട്. മേബിലിൻ്റെ തന്നെ കോമ്പാക്റ്റ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആവാറായി. ഇനി ഞാൻ ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റിംഗ് പാലറ്റിൽ നിന്ന് ഒരു ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഞാൻ എനിക്ക് എവിടേക്കാണോ ഹൈലൈറ്റ് ചെയ്യാൻ ഉള്ളത് വെച്ചാൽ അവിടെ മാത്രം ഒന്ന് കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂക്കിൻ്റെ ഫുൾ മൂക്കിൻ്റെ മുകളിലായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ചുണ്ടിൻ്റെ മുകളിലായിട്ട്, പിന്നെ നമ്മുടെ ചീക്സിൻ്റെ അവിടെയൊക്കെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക്കാണ് ഇടാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ NYയുടെ ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ലൈറ്റൻ ആവും, മാറ്റ് ലിപ്സ്റ്റിക്ക് ആയതുകൊണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യുകയാണ് നമ്മുടെ മേക്കപ്പ്. അത് ബ്യൂട്ടി ബ്ലെൻഡറിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്തിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു മാല ഒരു സിമ്പിളായിട്ടുള്ള നെക്ലേസാണ്, പിങ്ക് കളർ സ്റ്റോൺ വെച്ചിട്ടുള്ളത്. അതുപോലെ ഒരു ഗോൾഡൻ കളർ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ജിമിക്കയും ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഹെയർ ജസ്റ്റ് പഫ് വെച്ചിട്ട് ഉണ്ടായിരുന്നു, കണ്ടില്ലേ? ഇതേപോലെ ചെറിയൊരു പഫ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ മുല്ലപ്പൂ ജസ്റ്റ് ഞാൻ ആ മുടി ഒന്ന് പൊങ്ങിച്ചിട്ട് അതിൻ്റെ അടിയിൽ കൂടെ വെച്ചിട്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ മുല്ലപ്പൂ വെച്ച് കൊടുക്കുന്നത്. ഒരു സിമ്പിളായിട്ട്, അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഹെയർ സ്റ്റൈലൊന്നുമില്ല. അതേപോലെ ഒന്ന് പൂവെടുത്തിട്ട് മുകളിലേക്കാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് കുത്തി കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ? അതേപോലെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇനി ജസ്റ്റ് ഒരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക സെക്കൻഡ് ഓണം മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.